നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പലരും അധിക്ഷേപം നടത്തുന്ന വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇതാ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധം. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് വ്യാജവും അധിക്ഷേപകരവുമായ ഉള്ളടക്കങ്ങൾ പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവത്തിൽ മെറ്റ ഇന്ത്യ മേധാവിക്കെതിരെ നിരവധി സമൂഹ മാധ്യമ അക്കൗണ്ട് ഉടമകൾക്കെതിരെയും ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രധാനമന്ത്രിയുടെ ചിത്രം വികൃതമാക്കി ആക്ഷേപകരമായ രീതിയിൽ പ്രചരിപ്പിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു പരാതി, അതുമാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കേസെടുക്കുക എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെട്ടിരിക്കുന്നത്. മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ പങ്കുവച്ച് സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ട് ഉടമകൾക്കൊപ്പം സഹപ്രതിയായി ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും മാതൃകമ്പനിയായ മെറ്റയുടെ ഇന്ത്യ മേധാവിയും കേസിൽ പ്രതിയാണ്. ഭാരതീയ ന്യായ സംഹിത, IT ആക്ട് എന്നിവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തു. BJP പ്രവർത്തകരും അനുഭാവികളും നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഹൈദരാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല, വിവാദ ഉള്ളടക്കങ്ങളുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകളെ കുറിച്ചും രജിസ്റ്റർ ചെയ്ത കേസുകളെ കുറിച്ചും വിശദീകരിച്ച് ഹൈദരാബാദ് പോലീസ് മെറ്റ അധികൃതർക്ക് നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത യഥാർത്ഥ പ്രതികളെ തിരിച്ചറിയുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനുമായി ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചു വരികയാണെന്നും സൈബർ ക്രൈം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഈയിടയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യപ്പെടുകയും ഈ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനോട് മെറ്റ മാപ്പ് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്ത സംഭവം ഉണ്ടായത്. സാങ്കേതിക തകരാറ് കാരണമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്നായിരുന്നു മെറ്റ നൽകിയ വിശദീകരണം. പിഴവ് സംഭവിച്ചതിനെ തുടർന്ന് ഉള്ളടക്കം നീക്കം ചെയ്തെന്നും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും മെറ്റ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. പക്ഷേ സംഭവത്തെ അതീവ ഗൗരവത്തോടെയായിരുന്നു കേന്ദ്ര സർക്കാർ കണ്ടത്. മെറ്റയുടെ വിശദീകരണവും വീഡിയോ നീക്കം ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളും സർക്കാർ വിശദമായി പരിശോധിച്ചിരുന്നു. സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ മെറ്റ, ഇൻസ്റ്റഗ്രാം എന്നിവയുടെ ആഗോള മേധാവിമാരെ വിവര സാങ്കേതിക മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 23-ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് വിവാദങ്ങൾക്ക് കാരണമായത്. CJP സംഘടിപ്പിച്ച വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ രാജ്യത്തെ ജെൻസി തലമുറയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദേശമായിരുന്നു വീഡിയോയുടെ ഉള്ളടക്കം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ സർക്കാർ കൂടുതൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോയിലൂടെ യുവജനങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. കേസുകൾ വേഗത്തിൽ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കടുത്ത ശിക്ഷയും പ്രത്യേക കോടതികളും നിർദ്ദേശിക്കുന്ന കരട് നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് കേന്ദ്ര ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വിടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച സെൽഫി വീഡിയോ ആണ് താൽക്കാലികമായി ഈ ഒരു സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. ഒടുവിൽ ക്ഷമ ചോദിച്ച് ടെക് ഭീമനും ഫേസ്ബുക്കിൻ്റെ മാതൃക കമ്പനിയുമായ മെറ്റ രംഗത്തെത്തി. സാങ്കേതിക തകരാറിനെ തുടർന്നുണ്ടായ പിഴവാണ് ഇത്തരത്തിലേക്ക് ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കമ്പനി അറിയിച്ചത്. സംഭവത്തെ ഗൗരവമായാണ് കേന്ദ്ര സർക്കാർ എടുത്തത്. ഒരു സാങ്കേതിക പിഴവെന്ന് മെറ്റ വിശദീകരണം നൽകുന്നുണ്ടെങ്കിൽ പോലും എന്ത് പിഴവ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചു എന്നത് ചോദ്യം തന്നെയാണ്. വീഡിയോ അബദ്ധത്തിൽ നീക്കം ചെയ്യപ്പെട്ടതാണെന്നും പിഴവ് കണ്ടെത്തിയ ഉടൻ അത് വീണ്ടും ഫേസ്ബുക്കിൽ ലഭ്യമാക്കിയെന്നും അവർ അറിയിച്ചു. ഉള്ളടക്കം പിഴവിനെ തുടർന്നാണ് നീക്കം ചെയ്യപ്പെട്ടത് എന്നാണ് പിന്നീട് അത് അങ്ങനെ അത്തരത്തിലാക്കുകയും ചെയ്തു. മെറ്റ പ്രതികരിക്കുകയും ചെയ്തു. മാത്രമല്ല, സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ വിശദീകരണം തേടി മെറ്റയുടെ ഇൻസ്റ്റഗ്രാമിന്റെ ആഗോള മേധാവികൾക്ക് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയം സമൻസ് അയക്കുകയും ചെയ്തിരുന്നു, ഒരു വിശദീകരണം ചോദിച്ച്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നുള്ള വീഡിയോ എങ്ങനെ നീക്കം ചെയ്യപ്പെട്ടു, അതിന് പിന്നിലെ സാങ്കേതിക കാരണം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ വിശദീകരണം നൽകാനായിരുന്നു നിർദ്ദേശം. സംഭവത്തെ സർക്കാർ അത്യന്തം ഗൗരവമുള്ള വിഷയമായി കാണുന്നതായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചു വരികയാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമായിരുന്ന സാഹചര്യത്തിലായിരുന്നു വീഡിയോ സന്ദേശം. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളോട് നേരിട്ട് സംസാരിക്കുകയും സമാധാനപരമായ സമീപനം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത്. മാത്രമല്ല, ഈയിടയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അധിക്ഷേപിച്ചത്. ഒടുവിൽ ജാൻമണിക്കെതിരെ കേസ് വന്നിരുന്നു. ആ ഒരു സംഭവം കൂടി നമുക്കൊന്ന് ഈ സാഹചര്യത്തിൽ ഒന്ന് നോക്കാം.
CJP പ്രക്ഷോഭം ശക്തമാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതി മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെതിരെ ഉയരുന്നത്. ഇവർക്കെതിരെ കേസെടുത്തു. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. BNS 192, 356(2) കേരള പോലീസ് ആക്ട് 120 വകുപ്പാണ് ചുമത്തിയത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ പ്രധാനമന്ത്രി അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR-ൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. സംഭവത്തിൽ ജാൻമണി ക്ഷമ ചോദിച്ചിരുന്നു. ജാൻമണി ഖേദപ്രകടനം നടത്തിയത് ഇപ്രകാരമാണ്: തൻ്റെ ഒരു വീഡിയോ ഭയങ്കര പ്രശ്നമായി പോയി. സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല. ദില്ലിയിലെ ഒരു കണ്ടന്റ് കണ്ട് മീഡിയ ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. ചിലപ്പോൾ ഞാൻ മലയാളം പറയുന്നത് ശരിയാകാത്തതാകും. കാരണം രാവിലെ മുതൽ എനിക്ക് കുറേ ഭീഷണി കോളുകളും മെസ്സേജുകളും വന്നു. അപ്പോൾ പോലും കാര്യം മനസ്സിലായില്ല. തൻ്റെ കുറേ സുഹൃത്തുക്കൾ വിളിച്ച് അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ തൻ്റെ വീഡിയോ നൽകിയവരോടെല്ലാം ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറേ ഭീഷണി കോളുകൾ കിട്ടി. സൗദി അറേബ്യ, അബുദാബി, ഇന്ത്യ, കേരളം തുടങ്ങിയ എല്ലായിടത്തു നിന്നും കോളുകൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചല്ല പറഞ്ഞത്. കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ മോദിജിയെക്കുറിച്ചല്ല. വീഡിയോ വൈറലായതിനെ തുടർന്ന് ആളുകൾ തന്നോട് വളരെ ദേഷ്യത്തിലാണ്. ആരെയും വേദനിപ്പിക്കണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. തൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു. പരസ്യമായി ക്ഷമ ചോദിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ച് ക്ഷമിക്കണം. അതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ താൻ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് മനസ്സിലായി. ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യണമായിരുന്നു. വളരെ വിഷമമുള്ളതിനാലാണ് വൈകിയാണെങ്കിൽ വീഡിയോ ഇടാൻ തീരുമാനിച്ചത്. എല്ലാവരെയും താൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നെന്നായിരുന്നു ജാൻമണിയുടെ ഖേദപ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ മാതാവ് ഹീരാബെൻ മോദിയും അധിക്ഷേപിച്ചാണ് ജാൻമണി ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തിയത്. പ്രധാനമന്ത്രിയുടെ പിതാവായ ദാമോദർദാസ് മുൽചന്ദ് മോദിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. 1947-ലാണ് മോദിയുടെ അച്ഛൻ മരിച്ചത്. നരേന്ദ്രമോദി ജനിച്ചത് 1950-ലാണ്. ഫസ്റ്റ് അവൻ്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ, 3 വർഷം അമ്മയ്ക്ക് പ്രഗ്നൻസി ഉണ്ടാകില്ലല്ലോ എന്നിങ്ങനെ പോകുകയാണ് ജാൻമണിയുടെ വിവാദമായ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.